പുതുക്കാട് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിനായി ഭൂമി തരം മാറ്റുന്നതിന് സർക്കാർ അനുമതി ലഭിച്ചു. നിർമ്മാണത്തിന് ആവശ്യമായ നടപടികളുടെ അവലോകന യോഗം കെ രാമചന്ദ്രൻ MLA അധ്യക്ഷതയിൽ കൊടകര ബ്ലോക്ക് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി സുധീർ, വാർഡംഗം ഷാജു കാളിയേങ്കര, ഇരിങ്ങാലക്കുട RDO MK ഷാജി, LR തഹസീൽദാർ സിമീഷ് സാഹു, നോഡൽ ഓഫീസറും BDOയുമായ KK നിഖിൽ, തോറവ് വില്ലേജ് ഓഫീസർ അൻവർ ഷാ, R ബിന്ദു, പുതുക്കാട് പഞ്ചായത്ത് സെക്രട്ടറി P ഉമ ഉണ്ണികൃഷ്ണൻ, വിജയൻ, സ്ഥലം ഉടമകളായ ആന്റണി ഏറുങ്കാരൻ, രാജേഷ് വർഗീസ്, പുതുശ്ശേരി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. നിർദ്ദിഷ്ട മിനി സിവിൽ സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ, ഫയർ സ്റ്റേഷൻ, പെൻഷനേഴ്സ് ഓഫീസ്, സൊസൈറ്റി എന്നിവയിലേക്കുള്ള റോഡിന്റെ വികസനത്തിനായി സൗജന്യമായി സ്ഥലം വിട്ടു നൽകുന്നതിന് ഉടമകൾ സന്നദ്ധത അറിയിച്ചു. 2 സെന്റ് സ്ഥലം ഇതിനായി പുതുക്കാട് പഞ്ചായത്തിന് വിട്ടു നൽകും. 2022 ബജറ്റിൽ മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിനായി 10 കോടി രൂപ വകയിരുത്തിയിരുന്നു. ഫൈനൽ ഡിസൈൻ അപ്രൂവലിനായി സമർപ്പിച്ചിട്ടുണ്ടെന്നും സാങ്കേതിക അനുമതി ലഭ്യമാക്കി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് നിർമ്മാണം ആരംഭിക്കുന്നതിനാണ് ശ്രമിക്കുന്നത് എന്നും KK രാമചന്ദ്രൻ MLA അറിയിച്ചു. ഗ്രൗണ്ട് ഫ്ലോർ അടക്കം 4 നിലകളിലായാണ് പുതുക്കാട് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണം നടത്തുക എന്നും MLA അറിയിച്ചു.